ചേർപ്പ് പ്രിയം ബീറ്റ് സംഗീത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചലച്ചിത്ര സംവിധായകൻ ഭരതന്റെ 27ാം ഓർമ്മദിനം ആചരിച്ചു. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്തു. 1975 ഞാൻ അതിലേക്ക് വരാനായി പറഞ്ഞത് 75 ഭരതേട്ടൻ തന്നെ എഴുതിയ കഥ അദ്ദേഹത്തിന്റെ സ്നേഹിതനും എന്നറിയപ്പെടുന്ന സാഹിത്യകാരനുമായിരുന്ന കപ്പരാജനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ സംഭാഷണം എഴുതിച്ച് ഭരതേട്ടൻ തന്നെ നിർമ്മിച്ച് സംവിധാനം ചെയ്ത പ്രയാണം സിനിമയുടെ 50ാം വർഷമാണ്. ജൂൺ മാസത്തിലെ ഏതൊരു ദിവസമാണ് പ്രയാണം നടക്കുന്നത്. അപ്പൊ ഇപ്പോൾ ജൂലൈ 30. അപ്പൊ ഇപ്പോൾ നോക്കുമ്പോൾ പ്രയാണം എന്ന ചലച്ചിത്രം ഇറങ്ങിയിട്ട് 50 വർഷവും 1 മാസവും. അപ്പോൾ ഭരതൻ എന്ന സംവിധായകന്റെ ചലച്ചിത്ര ജീവിതത്തിന്റെ സ്വതന്ത്ര സംവിധായകൻ എന്ന രീതിയിലുള്ള 50ാമത്തെ വർഷത്തിലാണ് ഈ 27ാം ഓർമ്മദിനം നമ്മൾ ആചരിക്കുന്നത്. ഭരതൻ അദ്ദേഹം വേറൊരു ടെക്നിക്കലി പറയാവുന്ന ഒരു ഡയറക്ടറല്ല. അദ്ദേഹം ചിത്രകാരനാണ്, ശില്പിയാണ്, സംഗീതം നല്ലപോലെ കൈകാര്യം ചെയ്യുന്ന ആളാണ്, നല്ല സാഹിത്യം അഭ്യസിച്ചതാണ്. ഈ 4 ഘടകങ്ങളാണ് സിനിമ എന്ന സാങ്കേതിക വിദ്യയിൽ അദ്ദേഹം പ്രവർത്തിച്ചു വിജയിച്ചത്. സുരേഷ് ബാബു പ്രിയം ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. നാടക സംവിധായകൻ ശശിധരൻ നടുവിൽ, സാംസ്കാരിക പ്രവർത്തകൻ KB പ്രമോദ് എന്നിവരെ ആദരിച്ചു. അഖില കേരള ബാലജന സഖ്യം ഒരുക്കിയ ചമയം ചിത്രരചനാ മത്സര വിജയികൾക്ക് ഉപഹാരങ്ങൾ നൽകി. തുടർന്ന് ഭരതന്റെ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ദേവരാഗം സംഗീത സന്ധ്യ അരങ്ങേറി. സുരേഷ് ബാബു, U മഹേഷ് നായർ, സജീഷ് PK, ഉണ്ണികൃഷ്ണൻ, പ്രദീപ് ചൊവ്വൂർ, രവി, അക്ഷര മണികണ്ഠൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. No,